ഹലോ, അപ്പോൾ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് മീഡിയ വൺ ചാനൽ. അപ്പോൾ ഒരുപാട് പേര് ഷൂട്ടിങ് വ്യക്തമായിട്ട് കണ്ടില്ലാണ്. അപ്പോൾ ഷൂട്ടിങ് വ്യക്തമാക്കി കാണിച്ചു തരാനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലേക്ക് നിൽക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് മീഡിയ വണ്ണിൻ്റെ ഫ്രണ്ടിലാണ് ഉള്ളത്. ഇതാണ് മീഡിയ വണ്ണ്, കാലിക്കറ്റ് മീഡിയ വണ്ണാണ് ഇത്. അവരുടെ ക്യാൻറ്റീനും കാര്യങ്ങളൊക്കെ ഇതിങ്ങനെ പാർക്കിംഗ് ഉണ്ടോ, സോളാർ കൊണ്ട് ആണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പാർക്കിംഗ് ഷീറ്റ് മേഞ്ഞല്ല, ഫുൾ സോളാറാണ്. ഇതാണ് മീഡിയ വണ്ണിൻ്റെ ഫ്രണ്ട് ഓഫീസ്. അപ്പോൾ ഇതിനകത്താണ് ഷൂട്ട്. ഇത് 2 സെക്ഷനായിട്ടാണ്. ഒരു സൈഡ് പിന്നെ നമ്മുടെ പ്രോഗ്രാംസ്, ഇപ്പോൾ പാട്ടിൻ്റെ പരിപാടി നടക്കുന്നത്, അപ്പുറത്ത് ന്യൂസ്. 2 സൈഡാണ്. ഈ സൈഡ് ഇവിടെ ന്യൂസ്, ഇതിലാണ് പാട്ട് പരിപാടി. വ്ലോഗില്ലാത്ത പരിപാടി ഇല്ലാറില്ല. ഒരു മാറ്റമില്ലാട്ടോ കാരക്കാടിൻ്റെ സംഗമം. സജീവമായി ജനങ്ങൾക്കിടയിൽ നിലനിർത്തുകയും അവരുടെ സംഭാവനകളും അവർ നൽകിയിട്ടുള്ള മാപ്പിളപ്പാട്ടിന് നൽകിയിട്ടുള്ള സേവനങ്ങളും ഓർമ്മിക്കുവാൻ പറ്റിയുള്ള ഘട്ടം ആദ്യമായാണ് മാപ്പിള കലാ സാഹിത്യ രംഗത്ത് ഇശൽ വസന്തം എന്ന പ്രോഗ്രാം ജനങ്ങളിലേക്ക് എത്തേണ്ടത് ഒരു കാലഘട്ടത്തിൻ്റെ ആവശ്യമാണെന്ന് എന്നോട് സംസാരിച്ച് സിത്താരച്ചിയാണ് പറഞ്ഞത്. വീടുകളുള്ള ഒരു പുസ്തകത്തിലെ മനോഹരമായ ലിപികൾ പോലെയാണ് ഒരു പക്ഷേ അറബി മലയാളത്തിൽ വരുന്ന മാപ്പിളപ്പാട്ടുകൾ എന്ന് എനിക്ക് തോന്നുന്നു. ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഗസ്റ്റുകൾ ഇരിക്കണ്ട, ഞങ്ങൾ ഗസ്റ്റുകളാണ്. ഇട്ട് തുടങ്ങണ്ടോ, ആങ്കർ റെഡിയാണ്, ഓർക്കസ്ട്ര റെഡിയാണ്, എല്ലാം സെറ്റാണ്. കണ്ടോ, അപ്പോൾ നമ്മളാണ് ഇന്നത്തെ ഗസ്റ്റ് ഫുള്ള് കാരക്കട്ടയുടെ ഗസ്റ്റ്. ഒന്ന് പാവർട്ടിക്ക, നമ്മൾ അസിക്ക, കമ്മ്യൂണിസ്റ്റ് ഉമ്മർക്ക, ഞങ്ങൾ കാരക്കട്ട. ഇതാ അതിൻ്റെ മുന്നിൽ ഇത് നമ്മൾ പാട്ട് എഴുതലൊക്കെ ഉണ്ട്. ജയചന്ദ്ര സാർ എല്ലാവരും ഉണ്ട്. ഏതാനും നിമിഷങ്ങൾക്ക് ഷൂട്ട് ഇവിടെ തുടങ്ങും. നമ്മൾ ഷൂട്ടിനിടയ്ക്ക് നെല്ലറ സംസുക്ക, പിന്നെ ഒരു സംസുക്കാൻ്റെ പേജിൽ കാണില്ലല്ലോ നിങ്ങളെ വീഡിയോ, അവർ ചെറിയ ഷൂട്ട് ചെയ്യണേ, ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ സംസുക്കാൻ്റെ വീഡിയോയിൽ കണ്ടിട്ട് അതിൻ്റെ പിന്നണി നിങ്ങളാരും കണ്ടില്ലല്ലോ. പിന്നണി നെല്ലറ സംസുക്കാണ് 2 ക്യാമറ ഒക്കെ വെച്ചിട്ട് ക്യാമറ. ചുരുക്കം പറഞ്ഞാൽ നരി, ആന, പന്നി, മുയൽ, മനുഷ്യൻ, കൊതുക്, ഈച്ച ഒക്കെ പ്രകൃതിയിലെ ജീവികളാണ്. ഈ ജീവികൾക്കൊക്കെ ഭക്ഷിക്കാനുള്ളത് ഈ ഭൂമിയിൽ മനോഹരമായിട്ടുള്ളൊരു ആശയം, ഒരു പരിപാടി, അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ ഉള്ളത്. മാപ്പിളപ്പാട്ട് മേഖലയിലെ യശശരീരായ മഹങ്ങൾ ഈണങ്ങൾ തന്നിട്ടുള്ളൊരു വലിയ ഗാനശാഖയാണ് മാപ്പിളപ്പാട്ടുകളുടെ. സിത്തുമൻ്റെ പാട്ടൊക്കെ കേട്ട് ഒരുപാട് ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ആ സിത്തുമൻ്റെ വീട്ടിലാണുള്ളത്. വളരെ സന്തോഷം. ഞാനും ഉമ്മർക്ക് ഇതാ ഋതുമോളൊക്കെ ഉണ്ട്. അപ്പോൾ ചേച്ചിനെ ഷൂട്ട് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ ആക്കിയപ്പോൾ ചേച്ചി വീട്ടിൽ വന്നിട്ട് പോയാൽ മതിയായിരുന്നു നിർബന്ധിച്ച് കൊടുത്താണ്. ചേച്ചി ഇതാ സിത്തുമൻ്റെ വീട്ടിലാണ്. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച ആളല്ല കേട്ടോ, പഞ്ചപാവ ഉള്ളിലൊന്നുമില്ല. കാരണം വെച്ചാൽ നമ്മളൊരു ആർട്ടിസ്റ്റിനെ അതേപോലെ ഒന്നുമില്ല,
ആള് പഞ്ചപാവ. അവിടുന്ന് കയറി ഇതുവരെ സംസാരിച്ച് എന്തായാലും ഒരുപാട് സന്തോഷം. ട്രോഫികളൊക്കെ കണ്ടോ, ഒരുപാടുണ്ട്. എന്തായാലും ഒരുപാട് സന്തോഷം. താങ്ക് യു.